നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ഇന്ദുമതി വരണേന് മുമ്പ് ദേവുട്ടിക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇതുവരെ അവക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇവരെന്താ പതിവില്ലാതെ അടുക്കളയില്? അല്ല, അമ്മ ഇത് എന്തുണ്ടാക്കുക? ചായ ആണല്ലോ. ആർക്കാമേ? അമ്മ ചായ കുടിക്കില്ലല്ലോ. സുരേട്ടനാണെങ്കിൽ ചായ കുടിക്കേണ്ട അവസ്ഥയിലല്ലല്ലോ. പിന്നെ ഇത് ആർക്ക് വേണ്ടിട്ടാ? ഞാൻ നമ്മുടെ ദേവുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുകയായിരുന്നു. എന്താ എന്താ പറഞ്ഞേ? ദേവൂട്ടിക്ക് വേണ്ടിന്നോ? ആ നാശം പിടിച്ചവള് വീണ്ടും ഇങ്ങോട്ട് കയറി വന്നോ? എന്നിട്ട് അവക്ക് ചായ കൊടുത്ത് സൽക്കരിക്കാൻ പോവാ? അത് അല്ല, ദേവുട്ടിക്ക് വേണ്ടിയല്ല. പിന്നെ അമ്മ ഇപ്പൊ പറഞ്ഞതോ ദേവൂട്ടിക്ക് വേണ്ടിട്ടാ ചായ ഉണ്ടാക്കുന്നേന്ന്? അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. വിദ്യാമ്മയ്ക്ക് വേണ്ടി ചായ ഉണ്ടാക്കുകയാണെന്നാ ഞാൻ പറഞ്ഞത്. ദേവൂട്ടിന്ന് അറിയാതെ എന്റെ നാവിന്ന് വന്നു പോയതാ. എങ്ങനെ വരാതിരിക്കും? അമ്മയും മോനും ഏത് നേരവും അവളെ കുറിച്ചല്ല ചിന്തിച്ചിരിക്കുന്നേ. അല്ല, ആ വിദ്യാമ്മ ഇതുവരെ പോയില്ലേ? അവര് പോകുന്നതിന് മുമ്പ് ഒരു ചായ ആവാലോന്ന് കരുതി. ആ, അതേതായാലും നന്നായി. ഒരു കാര്യം ചെയ്, അമ്മ പോയിക്കോ. ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. അത് വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. വേണ്ടെന്നേ, ഞാൻ കൊണ്ടുവരാം. വെറും ചായ മാത്രം പോരല്ലോ, കഴിക്കാനും എന്തെങ്കിലും എടുക്കണ്ടേ? കുറച്ച് അച്ചപ്പിരിപ്പുണ്ട്, അതും കൂടി എടുക്കാം. അമ്മ അവരുടെ അടുത്ത് ചെന്ന് എന്തെങ്കിലും സംസാരിക്കേ. ഞാൻ ചായയും കടിയായിട്ട് ഇപ്പൊ വരാം. അല്ല, അതിപ്പോ ഞാൻ എന്തിനാമ്മ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നേ? ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ. അമ്മ പൊയ്ക്കോ. ദേവുട്ടി, ആകെ പ്രശ്നമായല്ലോ മോളെ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി കുട്ടി. അറിയാതെ നിന്റെ പേര് നാവീന്ന് വീണുപോയി. അപ്പം മുതലേ ഇന്ദുമതിക്കൊരു സംശയം പോലെ. വന്നത് നീയല്ല, വിദ്യാമ്മയാണെന്ന് ഞാൻ പറഞ്ഞിട്ടും അങ്ങോട്ട് വിശ്വാസമാവാത്തതുപോലെ. വിദ്യാമ്മയ്ക്കുള്ള ചായയും പലഹാരമായിട്ട് അവൾ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനിയിപ്പൊ എന്ത് ചെയ്യും നമ്മള്? നിന്നെ ഇവിടെ കണ്ടാ മോള് വേഗം പൊയ്ക്കോ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലേ? അതെങ്ങനെ പറയാൻ പറ്റും? നിന്നെ ഈ സമയത്ത് ഇവിടെ കണ്ടാ അവള് വെറുതെ ഇരിക്കാൻ തോന്നുന്നുണ്ടോ? ഇതെന്താ? ഏതായി മോതിരം? എന്താ, വിദ്യാമ്മ തന്ന മോതിരാണെന്നോ? ഇതുള്ളപ്പോ ശത്രുക്കൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നോ? വിദ്യാമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. എന്നാലും ഇന്ദുമതി ഇപ്പൊ നിന്നെ കണ്ടാല് ഈ സമയത്ത് ആരാണാവോ? ഇനി കാശ് ചോദിച്ചു വല്ലവരും ആണോ? നോക്കട്ടെ. ഈശ്വര, ഇയാളിനി എന്തിനുള്ള പുറപ്പാടാണാവോ? അന്ന് പറഞ്ഞ പോലെ ഇവിടെ കയറി താമസിക്കാൻ വന്നായിരിക്കോ? എന്താ, എന്തിനാ താൻ വന്നത്? പേടിക്കണ്ട, ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല. എനിക്ക് നിങ്ങളോട് വളരെ ഗൗരവമുള്ളൊരു വിഷയം ചർച്ച ചെയ്യാനുണ്ട്. അതിനാ വന്നേ.
അമ്മ ആ ചായ അവർക്ക് കൊണ്ടു കൊടുക്ക് ഉം.